രാജ്യത്തെ വ്യോമഗതാഗത മേഖല അതിവേഗ വളർച്ചയുടെ പാതയിലേക്ക് കുതിച്ചു കയറുമ്പോൾ ഇന്ത്യയിലെ പൈലറ്റ് ക്ഷാമം ആശങ്കയുണർത്തുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ആഭ്യന്തര വിമാന കമ്പനികൾ 1700 പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആ വിമാനങ്ങളൊക്കെ ഇന്ത്യൻ വിഹായസിലേക്ക് പറന്നു പൊങ്ങണമെങ്കിൽ കുറഞ്ഞത് 30,000 പൈലറ്റുകളെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കുകൾ. എന്നാൽ ആ സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലില്ല. പൈലറ്റുമാരെ കണ്ടെത്താനുള്ള നെട്ടോട്ടം ഓടേണ്ടി വരും വിമാന കമ്പനികൾക്ക്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏകദേശം 8,000 ലൈസൻസ് ഉള്ള പൈലറ്റുകൾ ഉണ്ടെങ്കിലും അവരിൽ 3000-ഓളം പേർ സജീവ സർവീസിൽ ഇപ്പോൾ ഇല്ല എന്നതും കാണേണ്ടതുണ്ട്. കണക്കുകൾ പ്രകാരം നിലവിലുള്ള 834 വിമാനങ്ങൾ പോലും പറത്താനുള്ള പൈലറ്റുകൾ ഇല്ലെന്നതും ഒരു വസ്തുതയാണ്. സിവിൽ വ്യോമയാന വകുപ്പ് തന്നെ ഇത് സാധൂകരിക്കുന്നുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ വിമാനത്തിനും 10 മുതൽ 15 വരെ പൈലറ്റുകൾ ആവശ്യമാണ്. ആ അടിസ്ഥാനത്തിലാണ് 1700 വിമാനങ്ങൾ വരുന്നതോടെ 30,000 പൈലറ്റുകളെങ്കിലും രാജ്യത്തിന് ആവശ്യമായി വരുമെന്ന് കണക്കാക്കപ്പെടുന്നത്. സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നത് നിലവിലുള്ള വൈമാനിക പരിശീലന സ്ഥാപനങ്ങൾക്ക് ഈ ആവശ്യം മുൻനിർത്തി വൈമാനികരെ നൽകാനുള്ള കഴിവില്ല എന്നതാണ്. രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന 38ഓളം വൈമാനിക പരിശീലന സ്ഥാപനങ്ങൾ പോരാ എന്നും അവയ്ക്ക് മികച്ച നിലവാരം വേണമെന്നും പരിശീലന ശേഷിയിൽ വർധനവ് വേണമെന്നും മന്ത്രാലയം വിശ്വസിക്കുന്നു. ഭാവിയിലെ പൈലറ്റുകളെ ആഭ്യന്തര തലത്തിൽ തന്നെ പരിശീലിപ്പിക്കാൻ അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള പൈലറ്റ് പരിശീലനത്തിന് പോലും ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. നിലവാരം ഉയർത്താനും ശേഷി വർദ്ധിപ്പിക്കാനുമായി വൈമാനിക പരിശീലന സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് സിസ്റ്റം നടപ്പാക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. വ്യോമഗതാഗത വ്യവസായത്തിന്റെ വൻ വളർച്ച രാജ്യത്തെ ഇതിനകം തന്നെ വലിയ അവസരങ്ങളും സൃഷ്ടിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന 15 മുതൽ 20 വർഷത്തിനുള്ളിൽ 30,000 പൈലറ്റുകളെ ആവശ്യമാകുന്ന ഇന്ത്യക്ക് പരിശീലന അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം ഉയർത്തേണ്ടത് അത്യാവശ്യമായി വരും. പൈലറ്റുമാരുടെ ക്ഷാമം അകറ്റാൻ ട്രെയിനിങ് എയർപോർട്ടുകൾ, ശക്തമായ വൈമാനിക പരിശീലന ശൃംഖല തുടങ്ങിയ ഘടകങ്ങൾ ഉറപ്പാക്കാനായാൽ ഇന്ത്യയെ ഒരു ആഗോള ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാനും കഴിഞ്ഞേക്കും.